ഹലോ നമസ്കാരം. പഴംപൊരിക്ക് നേന്ത്രപ്പഴം, മൈദപ്പൊടി, ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് വെള്ളം, ഇത്ര പോരെയാണ് വേണ്ടത്. ആദ്യം തന്നെ പഴം ഇങ്ങനെ നീളത്തിൽ നീർങ്ങനെ മുറിച്ചിടുക. അതിനുശേഷം നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് മൈദപ്പൊടി ഇടുക. നമുക്ക് ആവശ്യമില്ല അത്ര പോരാ. എന്നിട്ട് കുറച്ച് ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ്. അതിനുശേഷം കുറച്ച് കളറിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. കുറച്ച് മതി, ജസ്റ്റ് കളറിന് വേണ്ടിയിട്ട്, നല്ല മഞ്ഞ കളർ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ജീരകം, അതും ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ് ജീരകം ഇട്ട് കഴിഞ്ഞാൽ. എന്നിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്തിട്ട് ഇത് ഈ പരുവം കിട്ടണം, ഒരു കുറച്ച് തിക്കായിട്ട്. എന്നാലല്ലേ നമ്മൾ ഈ പഴം ഇങ്ങനെ രണ്ട് സൈഡും മുക്കുന്ന സമയത്ത് ജസ്റ്റ് ഇങ്ങനെ പിടിക്കുള്ളൂ. ഇത് പാൻ ചൂടാക്കിയിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടില്ലത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ സൺഫ്ലവർ ഓയിലോ ഏതിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഞാനിതിപ്പോൾ ജസ്റ്റ് ഒരു 2 തുള്ളി ഇട്ടിച്ചിട്ട് നോക്കുന്നുണ്ട് ചൂടായോ എന്നറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ നമ്മളാക്കി വെച്ച ബാറ്ററിലേക്ക് നമ്മൾ നേന്ത്രപ്പഴം നീർങ്ങനെ മുറിച്ചിട്ടത് മുക്കിയിട്ട് ഇതിലേക്ക് ഇടുക. വലിയ പണിയൊന്നുമില്ല, വേണ്ട, അത്ര സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നതെന്ന്. ഞാനിപ്പോൾ ഇവിടെ 2 നേന്ത്രപ്പഴം എടുത്തിന്. നിങ്ങൾക്ക് ഇഷ്ടമില്ല അങ്ങനെ ആക്കിയാൽ മതി. 2 നേന്ത്രപ്പഴം ഉണ്ടായാൽ തന്നെ ഒരു 5-6 എണ്ണമൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അധികം പണിയും ഇല്ല. നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങുന്നതിനെക്കാട്ടി എന്ത് ടേസ്റ്റാണെന്ന് പറയാം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് കഴിക്കുന്ന സമയത്ത്. ഇത് ഞാനിപ്പോൾ ഒരു ട്രിപ്പിന് 3 എണ്ണം വെച്ചിട്ടാണ് ഇടുന്നത്. നിങ്ങളെ ഇഷ്ടമില്ല പോലെ ആക്കാം. അധിക സമയമൊന്നും വേണ്ടെന്നേ ഇതാക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നോക്കി ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഒരു 2-4 മിനിറ്റേ വേണ്ടൂ. അതന്നെ വേണ്ട ഇത് വേവാൻ വേണ്ടിയിട്ടേ. എന്നിട്ട് മറിച്ചിട്ടിട്ട് 2 സൈഡും ആക്കുക. വേഗം വേവുന്ന സാധനമാണ്. അതാണ് ഒരു പ്രത്യേക ടേസ്റ്റല്ലേ. നമ്മൾ വീട്ടിലൊക്കെ വൈകുന്നേരമൊക്കെ കട്ടൻ ചായയും പഴംപൊരി എന്നൊക്കെ പറഞ്ഞ ഒരു പ്രത്യേക കോമ്പിനേഷൻ തന്നെയല്ലേ. പ്രത്യേക ടേസ്റ്റാണ്. ഇത് മറിച്ചിടാൻ പറ്റുന്നില്ലല്ലോ, ഇതെന്താണാവോ. എന്നിട്ട് ഇത് മറിച്ചിട്ടിട്ട് നല്ല രീതിയിൽ വേവിച്ചെടുക്കുക. വേഗം വേവും. പൊതുവേ എല്ലാവർക്കും പഴംപൊരി എന്ന് പറയുന്നത് നല്ല ഇഷ്ടമില്ല സാധനമല്ലേ. അങ്ങനെ പൊതുവെ എല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്കും ഇഷ്ടമാണ്, നല്ല ഇഷ്ടമാണ്. വൈകുന്നേരമൊക്കെ ഈ മഴയൊക്കെ, ഇപ്പം മഴേൻ്റെ സീസണൊക്കെ അല്ലേ, മഴേൻ്റെ സമയത്തൊക്കെ വൈകുന്നേരം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ടേ. പക്ഷെ പഴംപൊരിയിൽ എന്ന് വെച്ചാൽ എണ്ണ നല്ലോണം പിടിക്കും. അതിനെന്ന് വെച്ചാൽ ഒന്നിക്ക് ടിഷ്യോ അല്ലെങ്കിൽ പേപ്പറിലായിട്ടും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുത്തു കഴിഞ്ഞാൽ ആ എണ്ണയൊക്കെ പോയിക്കോളും. പിന്നെ കഴിക്കുന്നതിന് പേടിക്കാനും ഇല്ലല്ലോ. പിന്നെ വെളിച്ചെണ്ണയിലൊക്കെ കുറച്ചൊക്കെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലപ്പാ. ഇത് വെന്തിട്ടുണ്ട്. നമ്മളിതെടുത്തിട്ട് മാറ്റുന്നു. ഇതിൻ്റെ കളർ വേണ്ട, മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ട് നല്ല, എന്നാൽ പ്രത്യേക കൃത്രിമ കളറൊന്നും ഇടണമെന്നില്ല. ജസ്റ്റ് മഞ്ഞൾപ്പൊടി നമ്മളെ വീട്ടിൽ തന്നെ ഇപ്പം ഉണ്ടാകുന്ന സാധനം എടുത്തിട്ടാൽ മതി. അതാകുമ്പോൾ ഡേഞ്ചറും ഇല്ല. മഞ്ഞൾപ്പൊടി പൊതുവേ ശരീരത്തിന് നല്ലതാണല്ല. എന്നിട്ട് ഇതെല്ലാം എടുത്ത് മാറ്റി വെച്ചു. ഇനി അടുത്ത ട്രിപ്പ് ഇടാം. അടുത്ത ട്രിപ്പ് മുക്കിയിട്ട് ഇടാം. എനിക്കാകെ അത്രയേ ഇല്ലൂ ഇടാൻ വേണ്ടിയിട്ട്. നല്ലോണം മുക്കിയിട്ട് 2 സൈഡും മുക്കിയിട്ട് ഇടുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ നമ്മളെ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവരും ഫസ്റ്റ് വീട്ടിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമല്ലേ പഴംപൊരി എന്ന് പറയുന്നത്. ഒന്നും നല്ല ടേസ്റ്റുള്ള സാധനമാണ്. ഇതങ്ങനെ എൻ്റെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ചായൻ്റെ കൂടെ കുടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ താങ്ക്